അവതാരക രമേശ് പിഷാരടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. പിഷാരടി മറുപടി പറയുന്നതിന് മുമ്പ് ധ്യാൻ ശ്രീനിവാസൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ മറുപടിയാണ് കപ്പല് മുതലാളി എന്ന ചിത്രം. ഞങ്ങൾ ഇതൊന്നും ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. രമേശേട്ടാ ഇതിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെ സിനിമയെ കേട്ടിട്ടില്ല. കപ്പല് മുതലാളി പടത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് പിന്നാലെ ധ്യാന്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ എല്ലാവരും പോയി സെർച്ച് ചെയ്തത് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ പലയിടത്തും ടെലഗ്രാമിൽ ഉൾപ്പെടെ കപ്പൽ മുതലാളി ഫുൾ മൂവി ആവശ്യപ്പെടുന്ന ആളുകളും ഒരുപാടാണ്. ധ്യാന്റെ വാക്കുകൾക്ക് പിന്നാലെ തന്നെ ഈ കപ്പൽ മുതലാളി എന്ന സിനിമയും ട്രെൻഡിങ് ആവുകയാണ്. യൂട്യൂബ് കമന്റ് സെക്ഷൻ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കയറി നോക്കണം. ധ്യാന്റെ വാക്കുകൾക്ക് പിന്നാലെ കപ്പൽ മുതലാളി ശരിക്കും റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ഈ സിനിമ വീണ്ടും ആദ്യമായി പോയി കണ്ടവരുമുണ്ട്. ഈ സിനിമ വീണ്ടും പോയി ഡൗൺലോഡ് ചെയ്ത് കണ്ടവരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്.